നമസ്കാരം. ജനയുഗം പൊളിറ്റി പ്രോബിലേക്ക് സ്വാഗതം. രാജ്യം ഭരിക്കുന്ന ഫാസിസ്റ്റ് അജണ്ടകൾ ഉയർത്തിപ്പിടിക്കുന്ന സർക്കാരിനെതിരെ ശക്തമായ താക്കീത് നൽകിയാണ് കഴിഞ്ഞ ദിവസം ഇന്ത്യ സഖ്യത്തിൻ്റെ യോഗം പിരിഞ്ഞത്. രാജ്യം നേരിടുന്ന വിവിധ വെല്ലുവിളികൾ ചർച്ച ചെയ്യാൻ സർവകക്ഷി യോഗം വിളിച്ചു ചേർക്കണമെന്ന് 25 പാർട്ടികൾ പങ്കെടുത്ത യോഗം ആവശ്യപ്പെട്ടിരിക്കുകയാണ്. 5 കർമ്മപരിപാടികൾക്കും സഖ്യം രൂപം നൽകിയിട്ടുണ്ട്. മോഡി സർക്കാരിൻ്റെ ദുർഭരണത്തിൻ്റെ ഭാഗമായി രാജ്യം നേരിടുന്ന രാഷ്ട്രീയ, സാമ്പത്തിക, സാമൂഹ്യ, വിദേശ നയ വെല്ലുവിളികളെ നേരിടാൻ സഖ്യത്തിലുടനീളം ശക്തിപ്പെടുത്തുവാനും തീരുമാനം ഉറപ്പിച്ചിരിക്കുകയാണ്. 2 മാസത്തിലൊരിക്കൽ ഇന്ത്യ സഖ്യത്തിൻ്റെ യോഗം ചേരുവാനും അടുത്ത യോഗം ഹൈദരാബാദിൽ കൂടുവാനും തീരുമാനമായി. BJP അധികാരത്തിലിരിക്കുന്നു എന്നതാണ് രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. ഭരണഘടനാ സ്ഥാപനങ്ങളെയും ഫെഡറൽ സംവിധാനങ്ങളെയും നോക്കുകുത്തിയാക്കി രാജ്യത്തെ മതരാഷ്ട്രമാക്കി മാറ്റാനുള്ള കൊണ്ടുപിടിച്ച ശ്രമങ്ങളാണ് നടക്കുന്നത്. ഇതിനെതിരെ ഇടതുപക്ഷ ശക്തികളും മതനിരപേക്ഷവാദികളും ചേർന്ന് രൂപപ്പെടുത്തിയ പ്രതീക്ഷയായിരുന്നു ഇന്ത്യ കൂട്ടായ്മ. അഭിപ്രായ വ്യത്യാസങ്ങളും ആശയവ്യത്യാസങ്ങളും മാറ്റിവെച്ച് രാജ്യത്തിൻ്റെ ഭരണഘടനയെയും ജനാധിപത്യത്തെയും മതനിരപേക്ഷയും സംരക്ഷിക്കേണ്ട ചരിത്രപരമായ ഉത്തരവാദിത്തം തിരിച്ചറിഞ്ഞായിരുന്നു പ്രതിപക്ഷ പാർട്ടികൾ ഒന്നിച്ചത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPയുടെ സീറ്റ് നില 240 ചുരുക്കുവാനും ഭൂരിപക്ഷം ഇല്ലാതാക്കാനും പ്രതിപക്ഷ ഐക്യത്തിന് സാധിച്ചിരുന്നു. ഐക്യം ശക്തിപ്പെടുത്തി BJPക്കെതിരെ രാജ്യവ്യാപകമായ രാഷ്ട്രീയ ബദൽ ഉയർത്തുന്നതിനു പകരം കൂട്ടായ്മയിലെ പങ്കാളികളെ അകറ്റുകയും ദുർബലപ്പെടുത്തുകയും ചെയ്യുന്ന നടപടികളാണ് കോൺഗ്രസ് തുടർച്ചയായി സ്വീകരിച്ചിരിക്കുന്നത്. ഇന്ത്യ സഖ്യത്തിലെ കക്ഷികളെ യോജിപ്പിച്ച് മുന്നോട്ട് പോകാൻ കോൺഗ്രസ് തയ്യാറാകുന്നില്ല. അതിന്റെ ഗുണം BJPക്കാണ് കിട്ടുന്നതും. മഹാരാഷ്ട്ര, ഹരിയാന എന്നിവ ഏറ്റവും പ്രധാന ഉദാഹരണങ്ങളാണ്. ബീഹാറിലും കോൺഗ്രസ് സ്വീകരിച്ച നിലപാടാണ് BJPയെ വീണ്ടും അവിടെ അധികാരത്തിലെത്തിച്ചത്. ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിക്കെതിരെ BJPയേക്കാൾ കൂടുതൽ അക്രമോത്സുകമായിരിക്കുന്ന നിലപാട് സ്വീകരിച്ചത് കോൺഗ്രസ് ആയിരുന്നു. BJPക്കെതിരെ പാർലമെന്റിലും കോടതികളിലും ജനകീയ പ്രക്ഷോഭങ്ങളിലും മുൻനിരയിൽ നിന്ന് DMK അവഗണിച്ച് വിജയിയുടെ TVKയുമായി കോൺഗ്രസ് ബന്ധം സ്ഥാപിച്ചത് മുന്നണി മര്യാദകളുടെ നഗ്നമായ ലംഘനമാണ്. അതിന്റെ ഫലമായി DMK ഇന്ത്യ കൂട്ടായ്മയിൽ നിന്ന് അകന്നു നിൽക്കുന്ന സാഹചര്യവും ഉണ്ടായി. BJP വിരുദ്ധ രാഷ്ട്രീയത്തിന്റെ പ്രധാന ശക്തി കേന്ദ്രങ്ങളിൽ ഒന്നായ തമിഴ്നാട്ടിൽ പ്രതിപക്ഷ ഐക്യത്തിന് ഇത് വലിയ തിരിച്ചടിയാണ്. ജാർഖണ്ഡിലും JMM കൂട്ടായ്മയിൽ നിന്ന് അകറ്റാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത്. കേരളത്തിൽ കോൺഗ്രസ് സ്വീകരിച്ച നിലപാട് ഒട്ടും വ്യത്യസ്തമല്ല. ദേശീയ തലത്തിൽ BJPക്കെതിരെ പോരാടുന്നെന്ന് അവകാശപ്പെടുന്ന കോൺഗ്രസ് കേരളത്തിൽ BJPയുമായി ചേർന്ന് ഇടതുപക്ഷത്തെ തകർക്കുകയെന്ന അജണ്ടയാണ് നടപ്പാക്കുന്നത്. BJPയെ നേരിടാനുള്ള ഏറ്റവും വലിയ ശക്തി പ്രതിപക്ഷ ഐക്യമാണെന്ന സത്യം കോൺഗ്രസ് ഇനിയും തിരിച്ചറിഞ്ഞിട്ടില്ല. ഇപ്പോഴും തങ്ങളാണ് വലിയ ശക്തിയെന്ന മലർപ്പൊടിക്കാരന്റെ സ്വപ്നവുമായി നടക്കുകയാണ് കോൺഗ്രസ്. BJP ഉയർത്തുന്നത് വർഗീയ രാഷ്ട്രീയത്തെ നേരിടാൻ കോൺഗ്രസിന് കഴിയുന്നില്ല. വ്യക്തമായ ബദൽ നയങ്ങളില്ലാതെ ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെടുകയാണ് കോൺഗ്രസ്. പ്രതിപക്ഷ ഐക്യം കാത്തുസൂക്ഷിക്കാൻ കോൺഗ്രസ് നേതൃത്വം ഇനിയെങ്കിലും തയ്യാറാകണം. അല്ലാത്തപക്ഷം കോൺഗ്രസ് എന്ന പാർട്ടി തന്നെ രാജ്യത്ത് നിന്നും ഇല്ലാതാകും. UDFന്റെ ധവളപത്രം കഴിഞ്ഞ ദിവസം ധനമന്ത്രി കൂടിയായിരിക്കുന്ന മുഖ്യമന്ത്രി VD സതീശൻ സഭയിൽ അവതരിപ്പിച്ചു. സംസ്ഥാന സാമ്പത്തിക സ്ഥിതി അതീവ ഗുരുതരാവസ്ഥയിലാണെന്ന് LDF സർക്കാർ സ്ഥാനമൊഴിയുന്നതായിരുന്നു UDF പറഞ്ഞിരുന്നത്. ഖജനാവിൽ പൂച്ച വെറ്റുകിടക്കുന്നെന്ന് അതിശയോക്തിപരമായിരിക്കുന്ന പ്രയോഗങ്ങളും നടത്തുകയുണ്ടായി. അത് പൂർണ്ണമായും വാസ്തവവിരുദ്ധമായിരുന്നുവെന്ന് ധവളപത്രത്തിൽ തുറന്നു കാട്ടപ്പെടുന്നത്. കേരളത്തിന്റെ പണ മാനേജ്മെന്റ് സാമ്പത്തിക സമ്മർദ്ദത്തിന്റെ ഘടനാപരമായ വേരുകൾ എന്ന 2ാം ഭാഗം ഉപസംഹരിക്കുന്ന അധ്യായത്തിൽ 2026 മാർച്ച് വർഷാവസാന ബാക്കി 6322 കോടി ആണെന്ന് കൃത്യമായി പറയുന്നു. അതായത് ട്രഷറിയിൽ പൂച്ച പെറ്റുകിടക്കുകയായിരുന്നില്ലെന്നും സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ടതായിരുന്നുവെന്നും ധവളപത്രം അടിവരയിടുന്നു. മെയ് പകുതിയായപ്പോൾ ബാക്കി നിൽപ്പ് 2212 കോടിയാണെന്നും ധവളപത്രം പറയുന്നു. ഏപ്രിൽ മാസത്തെ ശമ്പളത്തോടൊപ്പമാണ് ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും കുടിശ്ശിക ക്ഷാമബത്തയുടെ അവസാന വിഹിതം നൽകിയത്. കൂടാതെ വിഷു പ്രമാണിച്ച് ഏപ്രിൽ മാസത്തെ ക്ഷേമ പെൻഷൻ നേരത്തെ വിതരണം ചെയ്തത് എന്നിങ്ങനെ ചെലവിനത്തിലുണ്ടായ വർധനവ് പരിഗണിച്ചാലും ട്രഷറിയിൽ സാമാന്യ ഭേദപ്പെട്ട തുക ബാക്കി ഉണ്ടായിരുന്നുവെന്ന് ധവളപത്രം പറയുന്നു. കിഫ്ബിയെക്കുറിച്ചുള്ള കുപ്രചരണങ്ങൾ ധവളപത്രത്തിൽ പൊളിച്ചെടുക്കപ്പെടുന്നുണ്ട്. ഘടനാപരമായിരിക്കുന്ന പോരായ്മകൾ ചൂണ്ടിക്കാട്ടി അത് പരിഹരിക്കണമെന്ന നിർദ്ദേശം ധവളപത്രം മുന്നോട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ കിഫ്ബി എന്നത് ധീരമായ സാമ്പത്തിക സ്ഥാപന നവീകരണം എന്നായിരുന്നു എന്ന് സമ്മതിക്കുന്നുമുണ്ട്.
സംസ്ഥാന ബജറ്റിനെ ബാധിക്കുന്ന സാമ്പത്തിക പരിമിതികളെ മറികടക്കാൻ കഴിയുന്ന നൈപുണ്യത്തോടെ കൈകാര്യം ചെയ്യപ്പെടുന്ന വിപണിയെ അഭിമുഖീകരിക്കുന്ന അടിസ്ഥാന സൗകര്യ വികസനത്തിന് സാമ്പത്തിക നിക്ഷേപകരെ സൃഷ്ടിക്കാനുള്ള ശ്രമമായിരുന്നു കിഫ്ബി. 9 വർഷത്തിലേറെയായി ഇത് യഥാർത്ഥ സംഘടനാശേഷി വളർത്തിയെടുക്കുകയും ഗണ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് ധനസഹായം നൽകുകയും ചെയ്തുവെന്നും സംസ്ഥാന സർക്കാർ നിലനിർത്താൻ ആഗ്രഹിക്കുന്ന ഗുണനിലവാരം, സുസ്ഥിരത, ഡിജിറ്റൽ മാനേജ്മെന്റ് രീതിയിൽ എന്നിവയ്ക്ക് തുടക്കമിട്ടെന്നും പറയുന്നുണ്ട്. ബജറ്റ് ലക്ഷ്യം അനുസരിച്ചുള്ള നികുതി വരുമാനത്തിലും LDF സർക്കാരിന്റെ കാലയളവ് മെച്ചപ്പെട്ടതായിരുന്നു എന്ന് ധവളപത്രത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. നോട്ടു നിരോധനം, ചരക്കു സേവന നികുതി എന്നിങ്ങനെ സാമ്പത്തിക മേഖലയിൽ സുനാമി ഉണ്ടാക്കിയ കേന്ദ്ര നടപടികളുടെയും കോവിഡ് മഹാമാരിയുടെയും ഘട്ടങ്ങളിൽ ഒഴികെ എല്ലാ വർഷവും 90% മുകളിൽ നികുതി വരുമാന ലക്ഷ്യം കൈവരിക്കാനായെന്ന ധവളപത്രത്തിലുണ്ട്. പിന്നെയുള്ളത് കേരളം കടം വാങ്ങിയ തുകയാണ്. കേന്ദ്ര വിഹിതത്തിലുണ്ടായ വൻകുറവും കോവിഡ് മഹാമാരി, പ്രളയങ്ങൾ എന്നിവയിൽ സംസ്ഥാനത്തിന് ഉണ്ടാക്കിയ അധിക ചെലവുകളാണ് ഉൾപ്പെടുകയാണ് കടബാധ്യത ആനുപാതികമായി വർദ്ധിപ്പിക്കുന്നതിന് ഇടയാക്കിയത്. കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ ശമ്പളവും ക്ഷേമാനുകൂല്യങ്ങളും നൽകുന്നത് പോലും വെട്ടിക്കുറയ്ക്കേണ്ടി വന്ന വിധം സാമ്പത്തിക പ്രതിസന്ധിയിലായ കാര്യം മറച്ചുവെച്ചാണ് കേരളം കടക്കെണിയിലും സാമ്പത്തിക പ്രതിസന്ധിയിലുമാണെന്ന് വരുത്താനുള്ള പാഴ്ശ്രമം നടത്തുന്നത്. ഇന്ദിരാ ഗ്യാരണ്ടിയിൽ പറയുന്ന KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കുന്ന തെരഞ്ഞെടുപ്പ് വാഗ്ദാനം എങ്ങനെ നടപ്പാക്കുമെന്ന് അറിയാതെ UDF സർക്കാർ ഇപ്പോൾ ഇരുട്ടിൽ തപ്പുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. നഷ്ടത്തിൽ പ്രവർത്തിച്ച KSRTയെ രക്ഷപ്പെടുത്താനുള്ള ഭഗീരഥ പ്രയത്നത്തിലായിരുന്നു LDFും വകുപ്പ് മന്ത്രിയായിരുന്ന KB ഗണേഷ് കുമാറും. സ്ത്രീകളുടെ സൗജന്യ യാത്ര വരുത്തുന്ന ബുദ്ധിമുട്ടുകളെ പറ്റി ഗണേഷ് കുമാർ പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ അവഹേളിക്കാനും അപഹാസ്യനാക്കാനുമാണ് UDF ശ്രമിച്ചത്. ജനേകം പൊളിറ്റിക് പ്രോബിന്റെ മറ്റൊരു അധ്യായത്തിൽ വീണ്ടും കാണും വരെ നമസ്കാരം.